ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കുവാൻ കർത്താവ് സകലരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. 73 സങ്കീർത്തനം 23 വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 73:23. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഈ വചനത്തിൻ്റെ നന്മ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ദൈവം മുൻപാകെ നിരത്തിക്കൊണ്ട് എഴുതപ്പെട്ട സങ്കീർത്തനമാണ് 73 സങ്കീർത്തനം. ആമേൻ. പ്രതീക്ഷയ്ക്ക് വിപരീതമായി കാര്യങ്ങൾ നടക്കുന്നത് കണ്ടിട്ട് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ഹൃദയം പൊട്ടി ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ. അതുകൊണ്ടാണ് ഈ വാക്യത്തിനകത്ത് പറയുന്നത്, കണ്ണിന്റെ മുൻപിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എങ്കിലും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു. ആമേൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം? 2 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. മുൻപിലോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ ജീവിതത്തിൽ ഇടർച്ചകളും വഴുതലുകളുമൊക്കെ കടന്നു വന്നു. നിലനിൽക്കാൻ പറ്റുന്നില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അടുത്ത സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല, ജീവിക്കാൻ പോലും കഴിയുന്നില്ല. കാലുകൾ ഏകദേശം ഇടറി. ജീവിതയാത്രയിൽ കണ്ട പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ ഏവിറക്കിക്കൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ പ്രതിസന്ധികൾ എൻ്റെ കണ്ണിൻ്റെ മുൻപിലുണ്ട്. 23 വാക്യത്തിനകത്ത് പറയുന്നു, എന്നിട്ടും കാലടികൾ ഇടറിയിട്ടും കാലുകൾ വഴുതിയിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു. പ്രിയരെ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ആത്മിക അനുഭവം ഉള്ളവരുണ്ടോ? പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടും പ്രശ്നങ്ങളുടെ നടുവിലും നിന്ദാകരമായ കള്ളക്കഥകൾ ദുഷ്ടൻ പറഞ്ഞു വരത്തുമ്പോഴും അതിൻ്റെ നടുവിൽ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, ദൈവവേലയിൽ പ്രയോജനപ്പെടുവാൻ കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? തിരിച്ചറിയുക. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വഴുവഴുപ്പുകളുമുള്ള സമയത്ത് ഞാൻ നിന്റെ അടുക്കലിരിക്കുന്നു. പ്രിയരെ, ഇരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം യേശുവിൻ്റെ പാദപീഠമാണെന്ന് ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയണം. വേദനകളുണ്ടോ? നിരാശകളുണ്ടോ? ആകുലതകളുണ്ടോ? ഒരു മനുഷ്യന്റെയും പിന്നാലെ പോകാതെ, ആരുടെയും സ്നേഹത്തിന് വേണ്ടി, ആരുടെയും കരുതലിന് വേണ്ടി, ആരുടെയും ഇടപെടലുകൾക്ക് വേണ്ടി കൊതിക്കാതെ ദൈവപാദപീഠത്തോട് ചേർന്നിരിക്കുക. ഈ വാക്യമതാ പറയുന്നത്. ആമേൻ. വഴുവഴുപ്പുള്ള സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുക, എന്നാലും ഞാൻ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കുന്നു. അങ്ങനെ തന്നെ ഈ ദിവസങ്ങളിൽ ചെയ്യാമോ? വിഷയങ്ങൾ ദൈവസന്നിധിയിൽ നിരത്തി, ഭാരങ്ങളെ ദൈവസന്നിധിയിൽ ഇറക്കി വച്ചിട്ട്, നിന്റെ പാദപീഠമാണ് എൻ്റെ വിടുതലിൻ്റെ സ്ഥലമെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് ആമേൻ ഈ പകലേൽപ്പിച്ചു കൊടുക്കാമോ? തന്നെ പറയുന്നത്, ഞാൻ നിന്റെ അടുക്കലിരിക്കുന്നു. ആമേൻ. പ്രതികൂലങ്ങൾ കണ്ട്, പ്രശ്നങ്ങൾ കണ്ട്,
ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ കണ്ട് മാനസികമായി ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിപ്പാൻ, കുറെ കൂടെ ദൈവത്തോടടുത്തിരിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി തരട്ടെ. അവിടെ എഴുതിയിരിക്കുകയാ, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. പാദപീഠത്തോട്, ദൈവസന്നിധിയോട് അടുത്തു വരുവാൻ മനസ്സുണ്ടെങ്കിൽ തിരുവചനം പറയുകയാ, വലം കൈക്ക് പിടിക്കും. എപ്പോൾ? എൻ്റെ കാലുകൾ ഏകദേശം ഇടറുമ്പോൾ, എൻ്റെ കാലടികൾ വഴുതിപ്പോകുമ്പോൾ വലം കൈക്ക് പിടിക്കും. ആമേൻ. വഴുവഴുപ്പുകളും ഇടർച്ചകളും ഉണ്ടെങ്കിലും ജീവിതയാത്രയിൽ ബലവാൻ വലം കൈക്ക് പിടിച്ചാൽ 2025 വീഴുന്ന ദിവസങ്ങളല്ല, ലക്ഷ്യത്തിൽ ദൈവം എത്തിക്കുന്ന നാളുകളാണ്. പ്രതിസന്ധികളിൽ തകർന്നു പോകുന്ന ദിവസങ്ങളല്ല, കൈനീട്ടി പിടിച്ച് ലക്ഷ്യങ്ങളിലേക്ക് ദൈവം എത്തിക്കുന്ന നാളുകളാണ്. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രതികൂലങ്ങളുടെ നടുവിൽ അടുക്കലിരിക്കുവാൻ, യേശുവിൻ്റെ അടുക്കലിരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ആമേൻ. എന്നാൽ പ്രതിസന്ധികളുടെ സമയത്ത് വലം കൈ നീട്ടി നമ്മെ അവൻ പിടിക്കും. ഞാൻ പറയാം, ദൈവം നമ്മെ പിടിച്ചാൽ, ആര് തള്ളിയിടാൻ ശ്രമിച്ചാലും, എത്ര വലിയ സാഹചര്യം എതിരായിരുന്നാലും, പിശാച് പദ്ധതികൾ പലതും തയ്യാറാക്കി വന്നാലും, അന്തിമ ജയം നമുക്ക് ആ കാര്യം വലം കൈ നീട്ടി പിടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കരം ശ്രേഷ്ഠമാണ്. ഇന്ന് രാവിലെ ഏൽപ്പിച്ചു കൊടുക്കാമോ? വഴുവഴുപ്പുള്ള, വഴുതിപ്പോകാൻ സാധ്യതയുള്ള, ഇടറുന്ന അനുഭവങ്ങളിലൂടെ കരഞ്ഞുകൊണ്ടു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുപാട് വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടോ? കുഞ്ഞുങ്ങളെക്കുറിച്ച് ആകുലരാണോ? നാളെ എന്താകുമെന്നറിയത്തില്ലേ? കരങ്ങളിലുള്ളത് ജീവിക്കുവാൻ പര്യാപ്തമല്ലാതെ, ജീവിതത്തിന്റെ 2 അറ്റവും തമ്മിൽ ഒരുമിപ്പിക്കുവാൻ കാലുകൾ ഇടറിപ്പോകുന്ന അവസ്ഥയാണോ? വഴുവഴുപ്പിൽ ഒരു മനുഷ്യൻ എങ്ങനെയെങ്കിലും ഒന്ന് നിൽക്കുന്നതിന് വേണ്ടി പെടാപ്പാടുപെടുന്നത് പോലെ കഴിഞ്ഞ പല വർഷങ്ങൾ കൊണ്ടല്ല, നാളുകൾ കൊണ്ട് വഴുവഴുപ്പിന്റെ അനുഭവമാണോ? ഇപ്പോൾ തള്ളിയിടുമെന്ന് പറഞ്ഞ് ശത്രു മുൻപിൽ വെല്ലുവിളിക്കുന്നുണ്ടോ? തകർച്ച കണ്ട് സന്തോഷിക്കുന്നതിന് വേണ്ടി, ഇല്ലാതാകുന്നത് കണ്ട് ആനന്ദിക്കുന്നതിന് വേണ്ടി കരമടിച്ച് സന്തോഷിക്കുവാൻ ശത്രു മുൻപിലുണ്ടോ? യേശുവിനോട് ചേർന്ന് ഇരിക്കുക. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഈ വലിയ ഭാരങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ അവിടെ എഴുതിയിരിക്കുന്നു, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു. മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട്, എപ്പോഴും ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എവിടെയായിരുന്നാലും എപ്പോഴും 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 അവൻ്റെ അടുക്കലിരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ ആയാൽ നീ എന്നെ വലം കൈക്ക് പിടിക്കും. വഴുവഴുപ്പുള്ള ഇടത്ത്, ഇടറിപ്പോകുന്ന ഇടത്ത് വലം കരം നീട്ടി പിടിക്കുന്ന കർത്താവിൻ്റെ കൃപ വലുതാണ്. ഈ വഴുവഴുപ്പ് നിന്നെ തകർത്ത് കളയത്തില്ല. ഈ ഇടറിപ്പോകുന്ന ഈ അനുഭവങ്ങൾ നശിപ്പിക്കത്തില്ല. കാരണം തള്ളിയിടുവാൻ ശ്രമിക്കുന്ന കരങ്ങളെക്കാൾ ബലവത്തായൊരു കരം നമ്മെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് പ്രതിസന്ധികളുടെ മീതെ ഒരു ജയമുണ്ട്, പ്രതികൂലങ്ങളുടെ മീതെ ഒരു ജയമുണ്ട്. ആമേൻ. 23-ാം വാക്യം അത് പറയുമ്പോൾ 24-ാം വാക്യത്തിനകത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന, ദൈവിക കരങ്ങൾക്കകത്തെത്തപ്പെട്ട സങ്കീർത്തനക്കാരൻ പറയുകയാ, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. എവിടെയാ നടത്തുന്നത്? വഴുവഴുപ്പുള്ള സ്ഥലങ്ങളിൽ, കാലുകൾ ഇടറിപ്പോകുന്ന ഇടങ്ങളിൽ. ഇനി നിനക്ക് മുൻപോട്ട് പോകത്തില്ലെന്ന് പിശാച് ബോർഡ് വച്ചാലും, നടക്കാൻ അനുവദിക്കത്തില്ലെന്ന്, ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് സാഹചര്യങ്ങൾ വെല്ലുവിളിച്ചാലും,
ദൈവകൃപയിൽ ആശ്രയിച്ചിട്ട് പറ, ഞാൻ എൻ്റെ ആലോചനയിലല്ല നടക്കുന്നത്, ഞാൻ എൻ്റെ അഹങ്കാരത്തിലും എൻ്റെ ബുദ്ധിയിലുമല്ല നടക്കുന്നത്, പിശാച് പറയുന്ന വഴികളിലല്ല ഞാൻ നടക്കുന്നത്, മാനുഷികമായ ഒരു ആലോചനയിലല്ല നടക്കുന്നത്. ദൈവമേ, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. ഞാൻ അവിടെ നിർത്തി പറയാം. പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തോട് ചേർന്ന് മാനസികമായി ഇരിക്കാൻ നമ്മൾ തയ്യാറായാൽ, ആമേൻ, ആലോചന പറഞ്ഞ് നടത്തുന്നൊരു കർത്താവുണ്ടെന്ന് നാം തിരിച്ചറിയണം. പിന്നത്തതിൽ, ആമേൻ, ഈ യാത്രയുടെ അവസാനം, ഈ ജീവിതത്തിന്റെ അവസാനം, ആമേൻ, മഹത്വത്തിൽ എന്നെ കൈക്കൊള്ളും. ഇരുകരങ്ങളും നീട്ടി നിത്യതയുടെ തീരത്ത് മാറോട് ചേർക്കും. ആമേൻ. ഇന്ന് രാവിലെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞത്, കാലുകൾ ഇടറുന്ന അനുഭവങ്ങളിൽ, വഴുവഴുപ്പുള്ള ജീവിത അവസ്ഥകളിൽ, ആമേൻ, എപ്പോഴും നിന്റെ അടുക്കലിരിക്കും. അങ്ങനെ ഇരിക്കുന്നവനെ വലം കൈക്ക് പിടിക്കും. മാത്രമാണോ, ആലോചനയാൽ നടത്തും. പിന്നത്തതിൽ മഹത്വത്തിൽ കൈക്കൊള്ളും. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും അനുഗ്രഹിക്കണമേ. ഈ ദിവസം അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.